രൂപ റെക്കോർഡ് തകർച്ചയിൽ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 91 മുകളിലെത്തി. അതിനിടെ സ്വർണ്ണവില കുറഞ്ഞു. പവന് 1120 രൂപ കുറഞ്ഞ് 98,160 രൂപയായി. ഗ്രാമിന് 140 രൂപ താഴ്ന്ന് 12,270 രൂപ എന്ന നിലയിലാണ് സ്വർണ്ണവില. ക്രിസ്റ്റീന ചെറിയാൻ ഫിനാൻഷ്യൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി. ക്രിസ്റ്റീന, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ ഡോളർ രൂപയുടെ താഴ്ച അത് വാർത്തയായി മാറിയിരുന്നു. ഏഷ്യൻ വിപണിയിൽ തന്നെ ഏറ്റവും മോശം കറൻസി ഏത് എന്ന് ചോദിച്ചാൽ രൂപ എന്നതാണ് അതിനുള്ള ഉത്തരം. അപ്പോൾ അതെന്താണ് അതിന് കാരണമെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഡോളറിൻ്റെ ആവശ്യം കൂടുന്നു എന്നുള്ളത്. മറ്റൊന്ന് അമേരിക്കയുമായുള്ള വ്യാപാര ഇടപാടിൽ ഉണ്ടാകുന്ന അനിശ്ചിതത്വം. ഇതൊക്കെ കാരണങ്ങളായി പറയുന്നുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ തുടർന്ന് പോകാനുള്ള സാധ്യതയാണോ, അല്ലെങ്കിൽ RBI ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? മറ്റൊന്ന് സ്വർണ്ണവില എങ്ങോട്ടേക്കാണ്? ഗുഡ് മോർണിംഗ് അനുജ. അനുജ പറഞ്ഞതുപോലെ തന്നെ ഈ ഡോളർ രൂപ വിനിമയ നിരക്കിൽ ഉണ്ടാകുന്ന ആ മാറ്റത്തിന് ഏറ്റവും പ്രധാനമായ കാരണം ഇന്ത്യയും US തമ്മിലുള്ള ഒരു വ്യാപാര കരാർ അത് സാധ്യമാകുന്നില്ല. ആ ചർച്ചകൾ ഇങ്ങനെ നീണ്ടു പോകുന്നു. എന്നാൽ ഡിസംബറോടെ അതിനൊരു അവസാനം ഉണ്ടാകും. ഒരു വ്യാപാര കരാർ സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ്. 2 വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരികൾ വിറ്റൊഴിയുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഡോളർ കൂടുതൽ സുരക്ഷിതമെന്ന രീതിയിൽ കുറച്ചുപേർ ഡോളറിൽ നിക്ഷേപിക്കുന്നു. ഇന്ത്യൻ നിക്ഷേപങ്ങൾ ഓഹരി വിപണിയിൽ അതിപ്പോൾ അമേരിക്കയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ കുറച്ചത് മൂലം ഈ വിപണിയിലുള്ള നിക്ഷേപം അത്ര ലാഭകരമല്ല എന്ന് നിക്ഷേപകർക്ക് തോന്നുന്നു. അവർ സ്വർണത്തിലേക്ക് തിരിയുന്നു. അങ്ങനെ വരുമ്പോൾ രൂപയുടെ മൂല്യം കുറയുന്നു, ഡോളറിന് പ്രാമുഖ്യം ഉണ്ടാകുന്നു. ഇങ്ങനെ വിവിധങ്ങളായ കാരണങ്ങൾ കൊണ്ടാണ് ഇറക്കുമതിക്കാർ, സ്വർണ്ണമടക്കമുള്ള ഇറക്കുമതിക്കാർ അവർക്ക് പേയ്മെന്റ് കൊടുക്കുമ്പോൾ ഡോളറിലാണ് പേയ്മെന്റ് കൊടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഡോളറിന്റെ ഡിമാൻഡ് വലുതായി കൂടുന്നു. ഇത്തരം കാരണങ്ങളൊക്കെ കൊണ്ടാണ് രൂപയുടെ മൂല്യം ഇടിയാനായിട്ടുള്ള കാരണം. ഇത് ഈ മാസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മാസം മാത്രം 6% രൂപയുടെ മൂല്യത്തിലുണ്ടായ ഇടിവ്. ഇന്നിപ്പോൾ 91 എന്ന് പറയുന്ന നമ്പർ കടന്നിരിക്കുന്നത്. ഒരു ഡോളറിന് 91 രൂപ കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ വരുമ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയറ്റുമതി അത് താരതമ്യേന ചെലവ് കുറഞ്ഞതായി മാറും. അപ്പോൾ കയറ്റുമതി കൂടുകയും അത് രാജ്യത്തെ വ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്നാണ് നമ്മുടെ റിസർവ് ബാങ്കിന്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ റിസർവ് ബാങ്ക് മാർക്കറ്റിൽ ഇടപെടുന്നുണ്ടെങ്കിൽ പോലും വലിയ തോതിലുള്ള ഒരു ഇടപെടലല്ല. കാരണം കയറ്റുമതി പ്രോത്സാഹനം ഉണ്ടാകുന്നു. കഴിഞ്ഞ മാസത്തെ കയറ്റുമതിയുടെ കണക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കൻ തീരുവ ഉണ്ടായിട്ട് പോലും അമേരിക്കയിലേക്കുള്ള നമ്മുടെ കയറ്റുമതി 22% വർദ്ധിച്ചതായിട്ടുള്ള കണക്കുകൾക്കാണ്. വളരെ വേഗം സ്വർണ്ണവിലയും വളരെ ഇന്ന് താഴ്ന്നിട്ടുണ്ട്. ഇതിന് കാരണം ലാഭമെടുപ്പ് കൂടിയതാണ്. സ്വർണ്ണവില ഇന്ന് പവന് നോക്കിക്കഴിഞ്ഞാൽ 98,160 രൂപയാണ്. ഇന്നലെ റെക്കോർഡ് ഉയരമായ 99,280 രൂപയായിരുന്നു. 1 ലക്ഷം തൊടുമോ എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് ഈ ലാഭമെടുപ്പുകാർ ലാഭമെടുക്കുകയും ആ വിൽപ്പന സമ്മർദ്ദത്തിൽ സ്വർണ്ണവില കുറയുകയും ചെയ്തത്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.